ഇന്ന് നടന്ന അർജൻറ്റീനയും ഈജിപ്തും തമ്മിലുള്ള മാച്ച് ഒരു സിനിമ കണ്ട ഫീലായിരുന്നു അക്ഷരാർത്ഥത്തിൽ തന്നത്. ഈ മാച്ചിന് പുറകെ ഒരുപാട് കോൺട്രവേഴ്സീസ് വരുന്നുള്ളത് 100% ഷുവറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാച്ചിൽ റഫറിൻ്റെ തീരുമാനങ്ങൾ എന്തായാലും ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് ഈ മാച്ചിലേക്ക് വരാം. ഈ മാച്ചിൻ്റെ അകത്ത് ആദ്യം ഈജിപ്റ്റ് 2-0 മുന്നിൽ നിന്നാൽ അതിന് ശേഷമാണ് അർജൻറ്റീന, അതും 78-ാം മിനിറ്റിന് ശേഷമാണ് അർജൻറ്റീന 3 ഗോൾ അടിച്ച് തിരിച്ചു വന്നത്. ഇതിൽ ആദ്യ ഗോൾ നേടിയത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു ചെങ്ങായിയാണ്. ആ ചെങ്ങായിൻ്റെ ഒരു കിടിലൻ ഹെഡറിലൂടെ ഈജിപ്തിനെ 1-0 എന്ന നിലയിലേക്ക് എത്തിച്ച്. അവരെ രണ്ടാമത്തെ ഗോൾ അടിച്ച ആരാന്നറിയോ? നമ്മുടെ ബ്രസീൽ ഇതിഹാസം സീക്കോയുടെ പേരിലുള്ള ഒരുത്തനാ. അയാളുടെ ഒരു കിടിലൻ ഗോൾ നമുക്ക് കാണാൻ പറ്റി. ഇതിൻ്റെ ഇടയിൽ സീക്കോ മറ്റൊരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു, അത് വാറിലൂടെ ഒഴിവാക്കപ്പെട്ടു. ആ ഗോൾ എന്ന് വെച്ചാൽ അതിസുന്ദരമായ ഒരു ഗോളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹാസൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് ഓടിക്കേറി മോസലാക്കി ഒരു പാസ് കൊടുത്ത് ആ പാസ് മോസല കൃത്യമായിട്ട് സീക്കോയ്ക്ക് കൊടുത്ത് സീക്കോയുടെ ഒരു കിടിലൻ ഫിനിഷിങ്ങും. പക്ഷേ ആ ഗോൾ വാറിൽ ഒഴിവാക്കപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർട്ടിനസിന് ചവിട്ടി എന്ന് പറഞ്ഞ പേരിലാണ് അത് ഒഴിവാക്കപ്പെട്ടത്. അതിനുശേഷം സാക്ഷാൽ മെസ്സിയുടെ അസിസ്റ്റിലൂടെ റൊമേരോ ഒരു ഹെഡർ ഗോളും കൂടി കണ്ടെത്താണ്. അങ്ങനെ അർജൻറ്റീനയുടെ സ്കോർ 2-1. അതിനുശേഷം അർജൻറ്റീനയുടെ അറ്റാക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാരക അറ്റാക്കിംഗ് ആയിരുന്നു. ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മെൻറ്റാലിറ്റി അവർ പുറത്തെടുത്തിട്ടുണ്ട്. അവരുടെ ഇക്വലൈസർ ഗോൾ നേടിയ ആരാന്നറിയോ? സാക്ഷാൽ ലിയണൽ മെസ്സി. ഒരു കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു അത്. ഒരുപാട് സംഘർഷത്തിൻ്റെ ഇടയിലൂടെ മെസ്സിയുടെ ഒരു ബുള്ളറ്റ് ഷോട്ട്. അതോടുകൂടി ഈ 39-ാം വയസ്സിൽ മെസ്സി നേടിയ ഗോളുകളുടെ എണ്ണം 8. പിന്നെ നേരത്തെ അസിസ്റ്റിലൂടെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന താരമായിട്ട് മെസ്സി മാറിയിട്ടുണ്ട്. അർജൻറ്റീനയുടെ അവസാന ഗോൾ നേടിയത് എൻസോ ഫെർണാണ്ടസാണ്. ഒരു കിടിലൻ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് 3-2 എന്ന സ്കോറിൽ അർജൻറ്റീനയെ വിജയത്തിലേക്ക് എത്തിച്ച്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ മാച്ച് ഒരു വിവാദമാകാൻ ചാൻസ് ഉണ്ട്. ഈ മാച്ചിലെ റെഫറിങ് ക്വസ്റ്റ്യനബിൾ തന്നെയാണ്. കാരണം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ എൻസോയുടെ ഒരു ഗോളിന് മുന്നേ ഒരു ഫൗള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ വാറൊന്നും നോക്കുന്നത് കണ്ടില്ല. എന്തുകൊണ്ട് നോക്കിയില്ല എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അങ്ങനെ ഒരുപാട് ബയാസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉള്ള പോലെ തോന്നി. പക്ഷേ എങ്കിലും അർജൻറ്റീനയുടെ ആ വിന്നിങ് മെൻറ്റാലിറ്റി അത് സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അതൊരു ചാമ്പ്യൻ ടീമിന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് യുവർ വിക്കി ബ്രോ, ഇറ്റ്സ് അവർ ചാനൽ. ഇതാണ് ഞാൻ വിവാദമാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ ഫൗൾ. അത് ഞാനൊരു ഫോട്ടോ പോലെ കൊടുക്കുന്നുണ്ട്. വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടും, അതുകൊണ്ടാണ്.